ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്, കടം വാങ്ങേണ്ടി വരുന്നുണ്ട്, മാനസിക സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയും നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കാതെ വരുന്നു. നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾ ആരോഗ്യമൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ നിങ്ങൾ അവശതയിലായിരിക്കുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗമോ അതുമല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ നിങ്ങളെ ഉപദേശിച്ച് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരോ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ആ ഒരു സഹായം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുമുണ്ട്. ഈ ഒരു യാത്രക്കിടയിൽ നിങ്ങൾക്കൊരു ആത്മീയമായ വളർച്ച ഉണ്ടാകുന്നുണ്ട്. എല്ലാ തരത്തിലും നിങ്ങൾ വേദന അനുഭവിക്കുമ്പോൾ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ ഈശ്വരനിലേക്ക് അടുക്കുകയും അവിടെ നിങ്ങൾക്കൊരു ആത്മീയ വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഈ ഒരു നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ ഉപദേശിച്ച് മാർഗനിർദ്ദേശം നൽകി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അതിനനുസരിച്ചുള്ള വരുമാനം നേടുവാനും സാധിക്കുന്നു. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പഴയകാല കഴിവിനെ വളർത്തിക്കൊണ്ട് വരുവാനും തോന്നുകയാണ്. അതായത് നിങ്ങൾ പാഷനായിട്ട് കൊണ്ട് നടന്നിരുന്ന നിങ്ങളുടെ ഒരു കഴിവ്, ആ ഒരു കഴിവിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പിന്നീട് ആദ്യമൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിച്ചിരുന്നില്ല. അത് നിങ്ങളുടെ വിഷമം കൊണ്ടാണ്, നിങ്ങളുടെ അവസ്ഥ കൊണ്ടാണ്. പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് വരുന്നു. വളരെ ലളിതമായ രീതിയിലാണെങ്കിലും ഗുണപ്രദമായ രീതിയിൽ നിങ്ങളുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തികൾ, ആ വ്യക്തികളുമായിട്ടുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, സഹായിക്കുന്നു, അവരെ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ആ ഒരു ബന്ധം വളരെയധികം ആഴത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് ഈ ഒരു സൗഹൃദം അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറേയധികം അവസരങ്ങൾ നിങ്ങൾക്ക് വരികയാണ്. പക്ഷേ ഇതിലെന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതിൽ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്രലോഭനങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അതെടുത്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ഒരവസ്ഥയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയെന്നാൽ അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്, ഒരു അവസരമാണ്, അത് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നോ അതൊരു ബന്ധമാകാം, അതല്ലെങ്കിൽ ഒരു സാഹചര്യമാകാം. അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് അതിനെ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നു. പക്ഷേ എന്നാലും നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്, ഇതെനിക്ക് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ളതാണോ, ഇതെൻ്റെ മൂല്യങ്ങൾക്ക് അനുസരിച്ചുള്ളതാണോ എന്നൊക്കെ ചിന്തിക്കുകയും നിങ്ങളുടെ ഒരു ഡയറക്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഒരു മാസ്ക് അണിഞ്ഞാണ് അതുവരെ നിന്നിരുന്നത്. നിങ്ങളുടെ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കാതെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അതൊന്നും പ്രതിഫലിപ്പിക്കാതെ മറ്റൊരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചോ അതല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചോ ഒക്കെയും നിങ്ങൾ നിന്നു പോന്നിരുന്നു. അതൊക്കെയും മാറ്റണം എന്ന് നിങ്ങൾക്കൊരു ചിന്ത വരികയാണ്. എനിക്ക് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയോടുകൂടി ജീവിക്കണം, എനിക്കൊരു എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം
എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. അവിടെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. നിങ്ങളെന്നുള്ള വ്യക്തി വളരെ സത്യസന്ധമായും വ്യക്തമായും നിങ്ങളുടെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും ഇടപഴകുന്നുണ്ട്. ഈ ഒരു വ്യക്തിയോട് മാത്രമല്ല, ഈ ഒരു ബന്ധത്തിൽ മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, എല്ലായിടത്തും നിങ്ങളെന്നുള്ള വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പെരുമാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നു. അത് നിങ്ങൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. നിങ്ങൾ ഈ കംഫർട്ട് സോണിൽ നിന്നിരുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു കംഫർട്ടബിളായിട്ടുള്ളൊരു കാര്യം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടക്കേടുകളുണ്ട്, പൊരുത്തക്കേടുകളുണ്ട് ആ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ സാഹചര്യവുമായിട്ട്. എന്നാലും നിങ്ങൾ അവിടെ നിൽക്കുന്നത് എന്തോ ഒരു കംഫർട്ട് അവിടെ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത വണ്ണം അതിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ മാനസികമായിട്ട് ആദ്യം തയ്യാറാകുന്നു. പിന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നായിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ, ഇനി ഇത് വേണ്ട, ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം എനിക്കിത് ഇനി വേണ്ട എന്ന് അവരോട് വ്യക്തമായി നിങ്ങൾ അറിയിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അവിടെ ഒരു നടപടി സ്വീകരിക്കേണ്ടി വരുന്നുവെങ്കിൽ ഒരു നടപടിയും നിങ്ങൾ ഈ ഒരു സപ്പോർട്ടിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇതിന് നമുക്കൊരു സഹായം വേണമല്ലോ, അവിടെ ആ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ടർമോയിലുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു മാസമാണ്. എന്നിരുന്നാലും നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് വ്യക്തികളുടെ സപ്പോർട്ടോടു കൂടി, അതല്ലെങ്കിൽ പുറത്തുള്ള ഏതോ ഒരു വ്യക്തിയുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാവിധ ദൈവ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.